ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടി ഫ്രൈ ആണ്. ഇതാണ് ബോട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഉള്ളിയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം മുറിച്ചെടുത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുത്തതിന്, പച്ചമുളക് ഇങ്ങനെ കീറിയെടുക്കിയതിന് ഇതെല്ലാം ഇട്ട് ഇതിലേക്ക് മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. മല്ലിപ്പൊടിയും ഇട്ടുകൊടുത്ത് കൈ കൊണ്ട് നല്ലോണം തിരിഞ്ഞെടുക്കാം. ഇത് എന്നിട്ട് നല്ലോണം കൂട്ടിച്ച് വേവിച്ചെടുത്തിട്ടാകുമ്പോൾ കുരുമുളകിട്ട് ഫ്രൈ ചെയ്യേണ്ടതാണ്. നല്ല ടേസ്റ്റാണ്. പൊറോട്ടക്കും നെയ്യപ്പത്തിനും എല്ലാതിനും ട്രൈ ചെയ്താക്കണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഉപ്പാക്ക് ചെറുപ്പം മുതലേ ഇറച്ചിപ്പണി ആയതുകൊണ്ട് ഇങ്ങനത്തെ ബോട്ടി ഐറ്റംസും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയലെന്നും കൂടി പറയണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബോട്ടി ഫ്രൈ ആണ്. ബീഫ് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അത്രയ്ക്ക് എളുപ്പമാണ്. ഒരു ചട്ടി കാണി, ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്ത് അതിലേക്ക് ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചോന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുരുമുളക് നല്ലോണം ആവശ്യത്തിന്, ഇതിൻ്റെ ടേസ്റ്റിന് കുരുമുളകല്ലേ, അപ്പോൾ പിന്നെ നല്ലോണം ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബോട്ടി വേവിച്ച് വെച്ച സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വരട്ടി എടുക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇത്. ഒറോട്ടീൻ്റെ അപ്പുറം എന്തപ്പത്തിൻ്റെ അപ്പുറം വേണമെങ്കിലും കഴിക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.